അതിനുശേഷം നമ്മൾ പല രീതിയിൽ അവർ നമുക്കെതിരെ വാർത്തകൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. എനിക്ക് എപ്പോഴും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ ഭാഗം നമുക്ക് വേണ്ടി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ഇന്നിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ദിവസം ഞാൻ നിയമസഭയിലായിരിക്കുമ്പോൾ സമാനമായ രീതിയിൽ പെട്ടെന്ന് ഇതുപോലെ കോളുകൾ ഒരുപാട് വരികയാണ്, ഫോൺ കോളുകൾ വരികയാണ്. അപ്പോൾ ഫോൺ കോൾ ഞാൻ നിയമസഭയ്ക്ക് പുറത്ത് വന്ന് കോൾ എടുത്തപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നുള്ള പ്രതിനിധിയാണ് വിളിക്കുന്നത്. അദ്ദേഹം നേരെ എന്നോട് ചോദിച്ചു, നിങ്ങൾക്കെതിരെ ഒരു വാർത്ത വന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ പ്രതികരണം അറിയാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ലൈവിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അരുൺ ആണ് ഫോണിലുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ഇരട്ടവില കേസിലെ പ്രതിയിൽ നിന്ന് 7 ലക്ഷം രൂപ കൈപ്പറ്റി എന്ന ഒരു മൊഴി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കാറുള്ളത്, അതെന്താണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? അപ്പോൾ ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഇന്നും ആ വീഡിയോ ക്ലിപ്പ് ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ കുറിച്ച് ഞാൻ പൈസ വാങ്ങി എന്ന് മൊഴിയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. മൊഴിയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ആരും നിങ്ങൾ റെസ്പോൺസിബിളായി പറയുന്നതാണ്, അത് അങ്ങനെ പറഞ്ഞാൽ ഞാൻ മറുപടി പറയാം. നിങ്ങളുടെ റിപ്പോർട്ടർ അത് കണ്ട് ബോധ്യപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ കണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ 7 ലക്ഷം രൂപ വാങ്ങി എന്നുള്ള മൊഴി പോലീസിലുണ്ട് എന്നതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 7 ലക്ഷം പോയിട്ട് 70,000 7,000 7 രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനിത് അതിന് മറുപടി കൊടുത്തിട്ട് ഞാൻ നിയമസഭയ്ക്കകത്തേക്ക് കയറിപ്പോയി. നിയമസഭയിലെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നു. നിയമസഭയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ടി വിയിൽ എന്താ വരുന്നത് നമുക്കറിയില്ല. ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ടി വിയിൽ ലൈവായിട്ട് വാർത്ത വരികയാണ്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള അനന്തു തന്നെ പെട്ടെന്ന് ടി വിക്കാർ ചെന്ന് ചോദിച്ചപ്പോൾ അനന്ത് പറഞ്ഞു, ഞാൻ മാത്യു കുഴൽനാടന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഇവർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ദിവസം ഈ അനന്തുവിനെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയമായി. അപ്പോൾ എനിക്കെതിരെ ഇവർ ഈ വാർത്ത കൊടുത്തതിൻ്റെ കൗതുകത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കിട്ടാൻ വേണ്ടി മറ്റെല്ലാ പത്രക്കാരും ഈ അനന്തുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇതുപോലെ മൈക്ക് പിടിച്ചിട്ട് നിങ്ങൾ മാത്യു കുഴൽനാടന് പൈസ കൊടുക്കുന്നത് എന്തുകൊണ്ടോ എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. എന്തോ അദ്ദേഹത്തിന് ദൈവം തോന്നിച്ചതായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ മാത്യു കുഴൽനാടൻ, അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പം ആ ഒരു പ്രതികരണം 1-2 മണിക്കൂറിനകത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സംശയത്തിൻ്റെ പുകമറ ഇവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിച്ച് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും രാഷ്ട്രീയക്കാരല്ല ചിലപ്പോൾ പൈസ വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്ന് കുറേ ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കാനിടവരും. ഇന്ന് രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും വലിയ പ്രയാസം അതാണ്. നമ്മൾ എത്ര സത്യസന്ധമായി എത്ര ആത്മാർത്ഥമായി പ്രവർത്തിച്ചാലും സംശയത്തിൻ്റെ നിഴലിൽ നമ്മളെ നിർത്താൻ ഇന്നത്തെ മാധ്യമങ്ങൾക്ക് കഴിയുന്നു എന്നതാണ്. എന്നാൽ വലിയ തെറ്റ് ചെയ്തവർക്ക് മാധ്യമങ്ങളെ അടക്കം മാനേജ് ചെയ്തുകൊണ്ട് അവരുടെ തെറ്റുകളെ മറയ്ക്കാൻ കഴിയും. അവർക്ക് വേണ്ടി വാദിക്കാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നതാണ് ഇന്നത്തെ ദുര്യോഗം.